ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. മുഴുവൻ പേര് മുകേഷ് ധീരുഭായ് അംബാനി. ജനനം 1957 ഏപ്രിൽ 19. ഒരു ഇന്ത്യൻ വ്യവസായിയും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. 2024 ജൂലൈയിലെ കണക്കനുസരിച്ച് $123.3 ബില്യൺ ആസ്തിയുള്ള അദ്ദേഹം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനും ലോകത്തിലെ 11ാമത്തെ ധനികനുമാണ്. ചിലപ്പോഴൊക്കെ അദ്ദേഹം ഒരു പ്ലൂട്ടോക്രാറ്റായി വിശേഷിപ്പിക്കപ്പെടുന്നു. വിപണി, കൃത്രിമം, രാഷ്ട്രീയ അഴിമതി, ചങ്ങാത്തം, ചൂഷണം എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് അദ്ദേഹം പ്രശസ്തിയും കുപ്രസിദ്ധിയും ആകർഷിച്ചു. മുകേഷ് ധീരുഭായ് അംബാനി 1957 ഏപ്രിൽ 19 ഏഡനിലെ ബ്രിട്ടീഷ് ക്രൗൺ കോളനിയിൽ ഇന്നത്തെ യമൻ എന്ന പ്രദേശത്ത് ഒരു ഗുജറാത്തി ഹിന്ദു കുടുംബത്തിൽ ധീരുഭായ് അംബാനിയുടെയും കോകിലബെൻ അംബാനിയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന് ഒരു ഇളയ സഹോദരൻ അനിൽ അംബാനിയും 2 സഹോദരിമാരുമുണ്ട്. നീന, ഭദ്ര ശ്യാം കോത്താരി, ദീപ്തി ദത്തരാജ് സെൽഗോഗർ. സുഗന്ധവ്യഞ്ജനങ്ങളിലും തുണിത്തരങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യാപാര ബിസിനസ് ആരംഭിക്കുന്നതിനായി 1958 പിതാവ് ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചതിനാൽ അംബാനി കുറച്ചുകാലം മാത്രമേ യമനിൽ താമസിച്ചിരുന്നുള്ളൂ. രണ്ടാമത്തേതിന് ആദ്യം വിമൽ എന്ന് പേരിട്ടിരുന്നുവെങ്കിലും പിന്നീട് വിമൽ മാത്രം എന്ന് മാറ്റി. അദ്ദേഹത്തിൻ്റെ കുടുംബം 1970കൾ വരെ മുംബൈയിലെ ഭുവനേശ്വരിൽ 2 കിടപ്പുമുറികളുള്ള ഒരു മിതമായ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചിരുന്നത്. അവർ ഇന്ത്യയിലേക്ക് മാറിയപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക നില അല്പം മെച്ചപ്പെട്ടു. പക്ഷെ അംബാനി ഇപ്പോഴും ഒരു സാമുദായിക സമൂഹത്തിലാണ് ജീവിച്ചിരുന്നത്. പൊതുഗതാഗതം ഉപയോഗിച്ച് ഒരിക്കലും അലവൻസ് ലഭിച്ചില്ല. പിന്നീട് ധീരുഭായ് കൊളംബോയിൽ സീ വിൻഡ് എന്ന പേരിൽ 14 നിലകളുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്ക് വാങ്ങി. അവിടെ അംബാനിയും സഹോദരനും കുടുംബത്തോടൊപ്പം വ്യത്യസ്ത നിലകളിൽ താമസിച്ചു. അംബാനി തൻ്റെ സഹോദരനും ആനന്ദ് ജെയിനുമൊപ്പം മുംബൈയിലെ പെദ്ദാർ റോഡിലുള്ള ഹിൽ ഗ്രാഞ്ച് ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹകാരിയായി സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം മുംബൈയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പഠിച്ചു. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജിയിൽ നിന്നും കെമിക്കൽ എഞ്ചിനീയറിംഗിൽ BE ബിരുദം നേടി. അംബാനി പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ MBAക്ക് ചേർന്നു. എന്നാൽ റിലയൻസ് കെട്ടിപ്പടുക്കാൻ പിതാവിനെ സഹായിക്കുന്നതിനായി 1980 അത് പിൻവലിച്ചു. അത് അപ്പോഴും ചെറുതും എന്നാൽ അതിവേഗം വളരുന്നതുമായ ഒരു സംരംഭമായിരുന്നു. യഥാർത്ഥ ജീവിത വൈദഗ്ധ്യം അനുഭവങ്ങളിലൂടെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. ക്ലാസ് മുറിയിലിരുന്നു കൊണ്ടല്ല, തൻ്റെ കമ്പനിയിലെ ഒരു നൂൽ നിർമ്മാണ പദ്ധതിയുടെ ചുമതല ഏറ്റെടുക്കാൻ തൻ്റെ മകനെ സ്റ്റാൻഫോർഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ വിളിച്ചു. അംബാനിയെ അദ്ദേഹത്തിൻ്റെ അധ്യാപകരായ വില്യം F. ഷാർപ്പും മൻമോഹൻ ശർമ്മയും സ്വാധീനിച്ചു. കാരണം അവർ ബോക്സിന് പുറത്ത് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച തരത്തിലുള്ള പ്രൊഫസർമാരാണ്. അവരുടെ കുടുംബ ബിസിനസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നടത്തുന്നതിന് സഹായിക്കുന്നതിനായി പിതാവ് ധീരുഭായ് അംബാനി മുകേഷ് അംബാനി റിലയൻസ് ഇൻഫോകോം ലിമിറ്റഡ് പിന്നീട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് സ്ഥാപിച്ചു. അത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 24ാം വയസ്സിൽ കമ്പനി എണ്ണ ശുദ്ധീകരണശാലയിലും പെട്രോ കെമിക്കൽസിലും വൻതോതിൽ നിക്ഷേപം നടത്തിയപ്പോൾ പാതാളഗംഗ പെട്രോ കെമിക്കൽ പ്ലാന്റിൻ്റെ നിർമ്മാണത്തിൻ്റെ ചുമതല അംബാനിയെ ഏൽപ്പിച്ചു. 2010 പെട്രോ കെമിക്കൽ പവർ ഉൽപ്പാദനം, തുറമുഖം, അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുമായി സംയോജിപ്പിച്ച് പ്രതിദിനം 6,60,000 ബാരൽ, പ്രതിവർഷം 33 ദശലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാസ് റൂട്ട് പെട്രോളിയം റിഫൈനറി ഇന്ത്യയിലെ ജാംനഗറിൽ സ്ഥാപിക്കാൻ അംബാനി നയിക്കുകയും ചെയ്തു. 2013 ഡിസംബറിൽ ഇന്ത്യയിൽ 4G നെറ്റ്വർക്കിനായി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സജ്ജീകരിക്കുന്നതിൽ ഭാരതി എയർടെല്ലുമായി സഹകരിച്ചുള്ള സംരംഭത്തിൻ്റെ സാധ്യത അംബാനി പ്രഖ്യാപിച്ചു. 2014 ജൂൺ 18 അടുത്ത 3 വർഷത്തിനുള്ളിൽ ബിസിനസ്സുകളിൽ ഉടനീളം
1.8 ട്രില്യൺ രൂപ നിക്ഷേപിക്കുമെന്നും 2015 4G ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ആരംഭിക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. 2014 ഫെബ്രുവരിയിൽ KG ബേസിനിൽ നിന്നുള്ള പ്രകൃതിവാതകത്തിന്റെ വിലനിർണ്ണയത്തിൽ ക്രമക്കേട് ആരോപിച്ച് മുകേഷ് അംബാനിക്കെതിരെ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ച് ഒരു പ്രഥമ വിവര റിപ്പോർട്ട് FIR ഫയൽ ചെയ്തു. എണ്ണ ശുദ്ധീകരണശാലകൾ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങൾ, അനുബന്ധ വ്യവസായങ്ങൾ എന്നിവയിലെ എഞ്ചിനീയറിംഗിനും ബിസിനസ് നേതൃത്വത്തിനുമായി 2016 നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് അംഗമായി അംബാനി തിരഞ്ഞെടുക്കപ്പെട്ടു. ചൈനയിലെ ഹൂറുൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2015 കണക്കനുസരിച്ച് അംബാനി ഇന്ത്യയിലെ മനുഷ്യസ്നേഹികളിൽ 5ാം സ്ഥാനത്താണ്. അദ്ദേഹം ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഡയറക്ടറായി നിയമിക്കപ്പെട്ടു. അതിന്റെ ബോർഡിൽ അംഗമാകുന്ന ആദ്യത്തെ അമേരിക്കക്കാരനല്ലാത്ത വ്യക്തിയായി. 2016 കണക്കനുസരിച്ച് അംബാനി ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയിൽ 36ാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ 10 വർഷമായി ഫോർബ്സ് മാസികയുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഏറ്റവും ധനികൻ എന്ന പദവി സ്ഥിരമായി നിലനിർത്തിയിട്ടുണ്ട്. ഫോർബ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകളുടെ പട്ടികയിലെ ഏക ഇന്ത്യൻ വ്യവസായി. 2020 ഒക്ടോബർ വരെ മുകേഷ് അംബാനിയെ ഫോർബ്സ് ലോകത്തിലെ 6ാമത്തെ സമ്പന്നനായ വ്യക്തിയായി തിരഞ്ഞെടുത്തു. 2018 ജൂലൈയിൽ $44.3 ബില്യൺ ആസ്തിയുള്ള ഏഷ്യയിലെ ഏറ്റവും ധനികനായ ആലിബാബ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരുന്ന ജാക്ക് മായെ മറികടന്നു. റിലയൻസിലൂടെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഫ്രാഞ്ചൈസി മുംബൈ ഇന്ത്യൻസിന്റെ ഉടമസ്ഥതയിലുള്ള അദ്ദേഹം ഇന്ത്യയിലെ ഫുട്ബോൾ ലീഗായ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സ്ഥാപകനുമാണ്. 2012 ഫോർബ്സ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധനികരായ കായിക ഉടമകളിൽ ഒരാളായി തിരഞ്ഞെടുത്തു. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്വകാര്യ വസതികളിലൊന്നായ ആന്റിലിയയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അതിന്റെ മൂല്യം 2023 $4.6 ബില്യൺ അദ്ദേഹത്തിന്റെ ബോർഡ് അംഗത്വങ്ങൾ: ബോർഡ് ഓഫ് ഗവർണേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി, മുംബൈ അംഗം, ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, ഫിനാൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, എംപ്ലോയീസ് സ്റ്റോക്ക് കോമ്പൻസേഷൻ കമ്മിറ്റി അംഗം, മുൻ ചെയർമാൻ, ഇന്ത്യൻ പെട്രോ കെമിക്കൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, റിലയൻസ് പെട്രോളിയം, മുൻ വൈസ് ചെയർമാൻ, ബോർഡ് ചെയർമാൻ, റിലയൻസ് പെട്രോളിയം, റിലയൻസ് റീട്ടെയിൽ ലിമിറ്റഡിന്റെ ഓഡിറ്റ് കമ്മിറ്റി ചെയർമാൻ, ചെയർമാൻ, റിലയൻസ് എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ DMCC, മുൻ ഡയറക്ടർ, ക്രെഡിറ്റ് കമ്മിറ്റി അംഗം, ബാങ്ക് ഓഫ് അമേരിക്ക കോർപ്പറേഷൻ, കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് കമ്മിറ്റി അംഗം, പ്രസിഡന്റ്, പണ്ഡിറ്റ് ദീൻ ദയാൽ പെട്രോളിയം യൂണിവേഴ്സിറ്റി, ഗാന്ധിനഗർ, ഗുജറാത്ത്, വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി അംഗം. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളൊന്ന് പരിശോധിക്കാം. 2020 ഏണസ്റ്റ് ആൻഡ് യങ് എന്റർപ്രണർ ഓഫ് ദി ഇയർ, 2010 അവാർഡ് ഡിനറിലി ഗ്ലോബൽ വിഷൻ അവാർഡ്, 2010 സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് അപ്ലൈഡ് സയൻസ് ഡീൽ മെഡൽ, 2010 മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആഗോള DEOയുടെ 5ാം റാങ്ക്, 2010 ഗ്ലോബൽ ലീഡർഷിപ്പ് അവാർഡ്, 2016 ഫോറിൻ അസോസിയേറ്റ് US നാഷണൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, 2016 ഓത്മർ ഗോൾഡ് മെഡൽ. അദ്ദേഹത്തിന് ലഭിച്ച പിഴകൾ: റിലയൻസ് പെട്രോളിയം ലിമിറ്റഡിന്റെ ഓഹരികളിൽ കൃത്രിമം കാണിച്ചതിന് റിലയൻസ് ഇൻഡസ്ട്രീസ് പിഴ ചുമത്തി 950 കോടി. തിരിച്ച് 2007 500 കോടി പലിശയായി. ഒരു ഷെയറിന് 60 വിപണി ഏകദേശം 30% തകർച്ചയ്ക്ക് ശേഷം ഏകദേശം Rs 100 RPL 60 തിരിച്ചെത്തി. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നിർദ്ദേശപ്രകാരം RIL അതിൻ്റെ ഏജന്റുമാരുടെ സഹായത്തോടെ ഒരു സംഘടിത പ്രവർത്തനം നടത്തി.
1985 അദ്ദേഹം നിത അംബാനിയെ വിവാഹം കഴിച്ചു. അവർക്ക് ആകാശ്, ആനന്ദ് എന്നീ 2 ആൺമക്കളും ആകാശിൻ്റെ ഇരട്ടയായ ഇഷ എന്ന മകളും ഉണ്ട്. നിത അംബാനി പങ്കെടുത്ത ഒരു ഡാൻസ് പെർഫോമൻസിൽ മുകേഷ് അംബാനിയുടെ പിതാവ് പങ്കെടുക്കുകയും ഇരുവരും തമ്മിലുള്ള ഒരു വിവാഹാലോചനയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്ത ശേഷം അവർ കണ്ടുമുട്ടി. അവർ താമസിക്കുന്നത് മുംബൈയിലെ 27 നിലകളുള്ള ഒരു സ്വകാര്യ കെട്ടിടത്തിലാണ്. ഇത് $1 ബില്യൺ വിലമതിക്കുകയും അത് നിർമ്മിച്ച സമയത്ത് ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്വകാര്യ വസതിയായിരുന്നു. കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾക്കായി 600 സ്റ്റാഫ് ആവശ്യമാണ്. അതിൽ 3 ഹെലിപ്പാഡുകൾ, 160 കാർ ഗാരേജ്, സ്വകാര്യ സിനിമാ തിയേറ്റർ, നീന്തൽക്കുളം, ഫിറ്റ്നസ് സെൻറ്റർ എന്നിവ ഉൾപ്പെടുന്നു. 2007 അംബാനി ഭാര്യയുടെ 44ാം ജന്മദിനത്തിന് $60 മില്യൺ എയർബസ് A319 സമ്മാനമായി നൽകി. സ്വീകരണമുറി, കിടപ്പുമുറി, സാറ്റലൈറ്റ് ടെലിവിഷൻ, വൈഫൈ, സ്കൈൻ ബാർ, ഷവർ, ഓഫീസ് എന്നിവ ഉൾപ്പെടുന്ന തരത്തിൽ എയർബസ് കസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 2008 IPL ക്രിക്കറ്റ് ടീമായ മുംബൈ ഇന്ത്യൻസിന് $111.9 മില്യൺ വിലക്ക് വാങ്ങിയതിന് ശേഷം അംബാനിയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ കായിക ടീം ഉടമ എന്ന് നാമകരണം ചെയ്തു. മുകേഷ് അംബാനി ഒരു കണിശമായ സസ്യാഹാരിയും ടീടോട്ടലറുമാണ്. 2012 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ RIL ചീഫ് എന്ന നിലയിലുള്ള തൻ്റെ വാർഷിക ശമ്പളത്തിൽ നിന്ന് ഏകദേശം $240 മില്യൺ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ സാമ്പത്തിക വർഷം RILൻ്റെ ഉയർന്ന മാനേജ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കുള്ള മൊത്തം പ്രതിഫല പാക്കേജുകൾ വർദ്ധിച്ചപ്പോഴും അദ്ദേഹം ഇത് ചെയ്യാൻ തീരുമാനിച്ചു. മുകേഷ് അംബാനിക്ക് കമ്പനിയിൽ 50.4% ഓഹരിയുണ്ട്. ഈ നീക്കം തുടർച്ചയായി 4ാം വർഷവും അദ്ദേഹത്തിൻ്റെ ശമ്പളം $150 മില്യണായി പരിമിതപ്പെടുത്തി. 2019 തുടക്കത്തിൽ സ്വീഡിഷ് ഗിയർ നിർമ്മാതാക്കളായ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന് നൽകാനുള്ള വ്യക്തിഗത ഗ്യാരണ്ടി കടം തിരിച്ചടക്കാത്തതിന് ഇളയ സഹോദരൻ അനിൽ അംബാനിയെ മുംബൈയിലെ ഒരു കോടതി ക്രിമിനൽ അവഹേളനത്തിന് വിധേയനാക്കി. ജയിൽവാസത്തിന് പകരം ഫണ്ടുമായി വരാൻ അനിലിന് കോടതി 1 മാസത്തെ സമയം അനുവദിച്ചു. മാസാവസാനം കടം വീട്ടി മുകേഷ് ഇളയ സഹോദരരെ ജാമ്യത്തിൽ വിട്ടു. 2021 സ്ഫോടന വസ്തുക്കൾ നിറച്ച ഒരു പച്ച മഹീന്ദ്ര സ്കോർപിയോ SUV അംബാനി താമസിക്കുന്ന മുംബൈയിലെ അംബരചുംബിയായ കെട്ടിടത്തിന് സമീപം കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ബോംബ് ഭീതിയുടെ വിഷയമായിരുന്നു. 2023 അദ്ദേഹത്തിന് ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചു. 2024 ജൂലൈ 12 മുതൽ 14 വരെ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻറ്റിൻ്റെയും വിവാഹം മുംബൈയിലെ ആഞ്ചലിയ ബിൽഡിങ്ങിലും ജിയോ കൺവെൻഷൻ സെൻറ്ററിലും 3 ദിവസത്തെ പരിപാടിയായി നടന്നു. ഇത് ഇന്ത്യയുടെ ഒരു വർഷത്തെ വിവാഹം എന്നും ഇന്ത്യയുടെ സ്വന്തം രാജകീയ വിവാഹം എന്നും വിശേഷിക്കപ്പെട്ടിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ഇതിനെ ലോകത്തെ ഇന്ത്യയിലെ ഗിൽഡസ് യുഗത്തിലേക്ക് പരിചയപ്പെടുത്തുന്നതായി വിശേഷിപ്പിച്ചു. വിവാഹത്തിൻ്റെ ചെലവ് $300 മില്യൺ മുതൽ $600 മില്യൺ വരെയാണ്. ഇന്ത്യയിലെ സമ്പദ് അസമത്വത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. താങ്ക് യു വാച്ചിങ് വീഡിയോ ഗൈസ്.